എംപിയും എംഎൽഎയും ഒന്ന് കണ്ട് സംസാരിച്ചതിന് ഇവിടെ എന്തൊക്കെ പുകിലായിരുന്നു. മൈക്കെടുക്കുന്നു, കാറിന് പിറകെ ഓടുന്നു, ഫോൺ വിളിച്ചു ചോദിക്കുന്നു. അങ്ങനെ നട്ടാൽ കുരുക്കാത്ത കഥകളുമായി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കളന്നറിയുകയായിരുന്നു. വി.കെ. ശ്രീകണ്ഠൻ എംപിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലൊന്ന് കണ്ട് സംസാരിച്ചതിന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പല വ്യാഖ്യാനങ്ങളാണ് മെനഞ്ഞു നൽകിയത്. ഇരുവരും ചേർന്ന് സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഇരുവരും പടയൊരുക്കം നടത്തുന്നു, അങ്ങനെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന പോലെ വെറും സെക്കൻഡുകൾ മാത്രം വരുന്ന വീഡിയോ മാപ്രകൾ കൊണ്ടാടുകയായിരുന്നു. സ്വയം മെനഞ്ഞെടുത്ത കഥകൾക്ക് പുറമെ നേതാക്കളെ കൂടി വെട്ടിലാക്കാമെന്ന ദുരുദ്ദേശത്തിൽ ഇരുവരെയും കണ്ട് വിവരം അന്വേഷിച്ചെങ്കിലും പ്രതീക്ഷയ്ക്കുള്ള വകയൊന്നും മാധ്യമങ്ങൾക്ക് ലഭിച്ചില്ല. എന്ന് മാത്രമല്ല, ഇരു നേതാക്കളും വയറു നിറയെ കൊടുത്താണ് മാധ്യമങ്ങളെ വിട്ടത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവും കോൺഗ്രസിന്റെ എംപിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പാടില്ല എന്നും അഥവാ കണ്ട് സംസാരിച്ചാൽ അതിന്റെ A to Z വിവരങ്ങൾ മാപ്രകളെ ബോധിപ്പിക്കണമെന്നുമാണ് വെപ്പെന്ന് തോന്നുന്നു. പക്ഷേ ആ വെപ്പൊക്കെ ഇന്നലെ തന്നെ എംപിയും എംഎൽഎയും ചേർന്ന് 8 മടക്കി തിരിച്ചയച്ചത് നമ്മൾ കണ്ടതാണ്. പുതിയ യാത്രയുടെ ഭാഗമായി അടൂർ എത്തിയ എംപിയും രാഹുൽ മാങ്കൂട്ടവും അവിചാരിതമായ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നു. ഇരുവരുടെയും സൗഹൃദ സംഭാഷണം രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നെന്നും അതീവ രഹസ്യ കൂടിക്കാഴ്ചയാണെന്നും ഒക്കെ തട്ടിവിട്ട് രംഗം കൊഴിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് അങ്ങോട്ട്. വി.ഡി. സതീശനെ തുരത്താൻ ഇരുവരും രഹസ്യ പദ്ധതികൾ ഇടുന്നു എന്നുവരെ പറഞ്ഞു പരത്തിയ മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചത് എന്താണെന്നറിയാൻ വെമ്പി നിന്ന മാധ്യമങ്ങളെ കണക്കിന് പരിഹസിച്ചാണ് ഇരുവരും കഴിഞ്ഞ ദിവസം കളം നിറഞ്ഞത്. പൊതുപ്രവർത്തകർ പൊതുമധ്യത്തിൽ ഒരുമിച്ച് കണ്ട് സംസാരിച്ചാൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതീവ പ്രാധാന്യമുള്ള വിഷയമോ ആയിരിക്കണം ചർച്ച ചെയ്യേണ്ടെന്ന നിലപാടാണ് മാപ്രകൾക്കുള്ളത്. 24 ന്യൂസ് ചാനലായിരുന്നു രാഹുലിനെ പൂട്ടാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ചോദ്യം ചോദിച്ച റിപ്പോർട്ടറാകെ വെട്ടിലായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. കേരളത്തിലെ സകല മാധ്യമങ്ങൾക്കും വ്യക്തമായ മറുപടിയുമായി രാഹുൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എംഎൽഎ രാഹുൽ മാങ്കൂട്ടവും എംപി വി.കെ. ശ്രീകണ്ഠനും ഒരു മുറിയിലിരുന്ന് രഹസ്യ സംഭാഷണം നടത്തിയെന്നൊക്കെ പടച്ചുവിട്ട മാധ്യമങ്ങളുണ്ട്. അവർക്കെല്ലാം ചുട്ട മറുപടിയാണ് രാഹുൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പലപ്പോഴും തട്ടിവിടാറുള്ളതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ മെനഞ്ഞെടുക്കുന്നതിന്റെ ഔചിത്യമില്ലായ്മയെ പറ്റിയും രാഹുൽ സംസാരിച്ചു. കൂടാതെ ബോർഡ് മറച്ച വാഹനത്തിൽ യാത്ര ചെയ്തുവെന്നും മാധ്യമങ്ങൾ വാർത്തയെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനും വ്യക്തമായ ഉത്തരമാണ് രാഹുൽ നൽകിയത്. സ്വന്തം ജില്ലയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമാണ് ബോർഡ് ഉപയോഗിക്കാറുള്ളതെന്നും അത് കുറഞ്ഞത് പത്തനംതിട്ടയിലെ രാഹുലിന്റെ അത്യാവശ്യം മാധ്യമ സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പണിയെടുക്കാൻ അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് പണിയെടുക്കാനും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. രാഹുലിന്റെ പ്രതികരണ വീഡിയോ കൂടി ചേർക്കുന്നു. ഒരു മാധ്യമം വാർത്ത കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു മുറിയിൽ ഞാനും ശ്രീ വി.കെ. ശ്രീകണ്ഠനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർത്തകളുടെ സത്യസന്ധതയില്ലായ്മയ്ക്ക് അതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? ഒരു റെസ്റ്റോറൻറ്റിൽ കുറേ ആളുകൾ അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്. ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര വാസ്തവമില്ലാത്ത, എന്തിനാണ് നമ്മൾ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്? എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഞാനങ്ങനെ മാധ്യമധർമ്മമൊന്നും പഠിപ്പിക്കാനായിട്ടില്ല, അത് അവരവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണോ രണ്ടുപേർ തമ്മിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? ഇപ്പോൾ ശ്രീ വി.കെ. ശ്രീകണ്ഠൻ ഞാൻ തമ്മിൽ രഹസ്യമായി സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണോ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ റെസ്റ്റോറൻ്റ് ആണെന്നും വേറെ ആളുകളുണ്ടെന്നും ഒക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ ആ മുറിയിൽ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏതുതരം വാർത്താ രീതിയാണ് എന്ന് അവരവർ തന്നെ പരിശോധിക്കുക. പിന്നെ ബോർഡ് മറച്ച വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ബോർഡ് വയ്ക്കാറില്ല. ഒഫീഷ്യൽ പരിപാടികൾക്ക് പോകുമ്പോൾ മാത്രമാണ് എൻ്റെ നാട്ടിൽ, അത് MLA ആയ കാലം തൊട്ട് എൻ്റെ നാട്ടിലൂടെ അങ്ങനെ ഞാൻ അധികം യാത്ര ചെയ്യാറില്ല. അത് ഏറ്റവും ചുരുങ്ങിയത് പത്തനംതിട്ടയിലെ മാധ്യമ സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാമല്ലോ. ഞാൻ ഒഫീഷ്യൽ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ മാത്രമാണ് ബോർഡ് വെച്ച വാഹനത്തിൽ യാത്ര ചെയ്യാറുള്ളത്. അല്ലാതെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ശൈലിയാണ്. അതിലൊക്കെ നിങ്ങളിങ്ങനെ ദുരൂഹതയും വാർത്താ സാധ്യതയും ഒക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. താങ്ക് യു.